Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. വോട്ടെടുപ്പ് കഴിഞ്ഞു. ഇനി ഫലപ്രഖ്യാപനത്തിനായി ദിവസങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പ്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് ആരെ ബാധിക്കുമെന്ന അങ്കലാപ്പിലാണ് മുന്നണികൾ. വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമിലേക്ക് താമസം മാറ്റി. മുന്നണി നേതാക്കളും സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമെല്ലാം എവിടെയൊക്കെയോ ഉൾവലിഞ്ഞു. അടച്ചിട്ട മുറികളിൽ പേനയും പേപ്പറും എടുത്ത് കൂട്ടിയും കുറച്ചും ഗുണിച്ചും ഹരിച്ചുമെല്ലാം കണക്കെടുപ്പ് തുടങ്ങി. പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് ഒരു വലിയ ചോദ്യചിഹ്നമായി മുൻപിൽ നിൽക്കുന്നു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ 2019 പോൾ ചെയ്തത് 80.44% വോട്ട്. ഇത്തവണ അത് 71.84% കുറഞ്ഞു. 8.6% കുറവ് അത്ര നിസ്സാരമായി കാണാനാകില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്കമാലി നിയമസഭാ മണ്ഡലത്തിൽ പോൾ ചെയ്തത് 79.93% വോട്ട്. ഇത്തവണത്തെ പോളിംഗ് 68.32%, 11.61% വലിയ കുറവ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് തലയിൽ കൈവച്ച് ആലോചിക്കുകയാണ് മുന്നണികൾ. പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് UDF-കാരുടെ ഉറക്കം കെടുത്തുമെന്ന് ഉറപ്പാണ്. പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലെത്തിച്ച് വോട്ട് ചെയ്യിക്കുന്നതിൽ UDF-ന്റെ പ്രാദേശിക നേതൃത്വം പരാജയപ്പെട്ടു എന്ന് വേണം കരുതാൻ. കോൺഗ്രസിന്റെ കോട്ട എന്ന് പറയപ്പെടുന്ന അങ്കമാലിയിൽ പോളിംഗ് ശതമാനത്തിലുണ്ടായ വലിയ കുറവിന് മണ്ഡലം നേതാക്കൾ ഉത്തരം പറയേണ്ടി വരും. എല്ലാ ബൂത്തുകളിലും യുവ വോട്ടർമാരിലുണ്ടായ വലിയ കുറവ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലയിടങ്ങളിലും പ്രായമുള്ള സ്ത്രീകളും പുരുഷന്മാരുമല്ലാതെ യുവാക്കളും യുവതികളും വളരെ കുറവായിരുന്നു എന്ന് വേണം പറയാൻ. പോളിംഗ് ശതമാനത്തിലുണ്ടായ വലിയ കുറവ് ഇടതു ക്യാമ്പിൽ ആശ്വാസമാണ് ഉണ്ടാക്കുന്നത്. 2020-യുടെ തട്ടകമായ കുന്നത്തുനാട് മണ്ഡലത്തിലെ ഉയർന്ന പോളിംഗും അങ്കമാലി മണ്ഡലത്തിൽ പോളിംഗിലുണ്ടായ വൻ ഇടിവും UDF-ന് തിരിച്ചടിയാകുമെന്നാണ് ഇടതു ക്യാമ്പിന്റെ വിലയിരുത്തൽ. BJP-യെ മാറ്റി നിർത്തി BDJS-ന് സീറ്റ് നൽകിയത് NDA മുന്നണിക്കും തിരിച്ചടിയായേക്കും. താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനിരുന്നവരിൽ പലരും കുടത്തിൽ കുത്താൻ മടിച്ച് മാറി നിന്നതും പോളിംഗ് കുറയാൻ കാരണമായതായി പറയപ്പെടുന്നു. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ പോളിംഗ് ശതമാനം കുറഞ്ഞാൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കില്ലെന്ന് UDF നേതൃത്വം നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു. എന്നാൽ അത് വിലയിരുത്തലിൽ മാത്രം ഒതുങ്ങി. ബൂത്ത് തലങ്ങളിൽ ശക്തമായ പ്രവർത്തനം ഉണ്ടായില്ലെന്ന് നേതാക്കൾ തന്നെ പറയുന്നു. അതേസമയം തങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കൃത്യസമയത്തു തന്നെ രേഖപ്പെടുത്തി എന്നാണ് ഇടതുമുന്നണി അവകാശപ്പെടുന്നത്. പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് തങ്ങളെ ബാധിക്കില്ലെന്നും ചാലക്കുടിയിൽ പ്രതീക്ഷിച്ചതിലും വലിയ വിജയം നേടുമെന്നാണ് LDF നേതാക്കൾ പറയുന്നത്. അങ്കമാലി, ആലുവ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ ആലുവ UC കോളേജിലെ സ്ട്രോങ് റൂമിൽ വിശ്രമിക്കുകയാണ്. ജൂൺ 4-ന് രാവിലെ സ്ട്രോങ് റൂമിൽ നിന്ന് യന്ത്രങ്ങൾ പൊടിതട്ടിയെടുത്ത് വോട്ടെണ്ണൽ ആരംഭിക്കും. അതുവരെ തങ്ങൾ ജയിക്കുമെന്ന് സ്ട്രോങ് ആയി പറയാൻ ആർക്കും കഴിയുന്നില്ല. സ്ട്രോങ് എന്ന് പറയുന്നത് UDF-കാർ മാത്രം. കുറച്ചുകൂടി സ്ട്രോങ് ആയി പ്രവർത്തിക്കേണ്ടതായിരുന്നു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി.